മെഡിക്കൽ കോളേജിലെ പൊതിച്ചോറ് വിതരണത്തിന്റെ പേര് പറഞ്ഞ് പലപ്പോഴും ഡിവൈഎഫ്ഐ ഒരുപാട് സന്നദ്ധ സംഘടനകളുമായി ബന്ധപ്പെടുത്തി തങ്ങൾ ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്നവരാണ് എന്ന് പ്രൊജക്ട് ചെയ്യുന്നതിനു വേണ്ടി ആ പൊതിച്ചോറ് പലയിടങ്ങളിലും വിഷയമായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ആ പൊതിച്ചോറ് ഒരു വിവാദമാവുകയാണ്. എന്നാൽ ഡിവൈഎഫ്ഐക്ക് മാത്രമല്ല, ആരോഗ്യമന്ത്രി പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ ആരെയും ആശുപത്രികൾക്കകത്ത് പൊതിച്ചോറ് വിതരണം ചെയ്യാൻ അനുവദിക്കുകയില്ല എന്നാണ് ആരോഗ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. പൊതിച്ചോറ് വിതരണം ഇനി കമ്മ്യൂണിറ്റി കിച്ചണുകളെ ഏൽപ്പിക്കും. പൊതിച്ചോറ് വിതരണത്തിന്റെ പേരിൽ രാഷ്ട്രീയം അത് ആശുപത്രിക്കുള്ളിൽ അനുവദിക്കില്ല എന്നത് തന്നെയാണ് കമ്മ്യൂണിറ്റി കിച്ചൺ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞതിലൂടെ അദ്ദേഹം നൽകിയിരിക്കുന്ന ആ ഒരു നിർദ്ദേശം. രോഗികൾക്ക് നൽകുന്ന പൊതിച്ചോറ് വിതരണത്തിൽ ആരോഗ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് MLA. ജനങ്ങൾ സ്വീകരിക്കുന്ന കാലത്തോളം പൊതിച്ചോറ് വിതരണം ചെയ്യും എന്ന് തന്നെയാണ് സനോജ് പറയുന്നത്. സനോജ് ചോദിക്കുന്നു, പൊതിച്ചോറ് വിതരണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംഘർഷം ഉണ്ടായിട്ടുണ്ടോ, എന്തെങ്കിലും പരാതിയുണ്ടോ, എന്തെങ്കിലും കേസ് ഉണ്ടായിട്ടുണ്ടോ, ഇത് എവിടെയെങ്കിലും കേരളത്തിൽ എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? കൊടിയും ബാനറും അത് അശ്ലീലമല്ല, അത് ലോകത്തെ എല്ലാ സംഘടനകൾക്കുമുണ്ട്. റെഡ് ക്രോസിന്റെ ചിഹ്നം ഉപയോഗിച്ചല്ലേ യുദ്ധഭൂമിയിൽ സന്നദ്ധ സേവനം നടത്തുന്നത്? ചുവപ്പ് കണ്ട കാളയെ പോലെ ഡിവൈഎഫ്ഐയുടെ കൊടി കാണുമ്പോൾ എന്തിനാണ് ഇത്ര അസ്വസ്ഥത എന്നാണ് സനോജിന്റെ ചോദ്യം. ആലപ്പുഴ ജില്ലയിൽ പൊതിച്ചോറ് വിതരണം 1000 ദിവസം തികഞ്ഞപ്പോൾ അത് ഉദ്ഘാടനം ചെയ്തത് സുധാകരൻ. അന്ന് ഡിവൈഎഫ്ഐ പുകഴ്ത്തിയ സുധാകരൻ ഇന്ന് വലതുപക്ഷത്തിന്റെ പാളയത്തിൽ എത്തിയപ്പോൾ ഡിവൈഎഫ്ഐയെ തെറി വിളിക്കുന്നു എന്നും സനോജിന്റെ ഭാഷ്യം. 10 വർഷമായി മുടങ്ങാതെ ഡിവൈഎഫ്ഐ നൽകുന്ന പദ്ധതിയാണ് പൊതിച്ചോറ് വിതരണം. ലോകത്ത് ഒരു സംഘടനയും ഇങ്ങനെ ഒരു പദ്ധതി നടത്തിയിട്ടില്ല എന്ന് തന്നെയാണ് കണക്കുകൂട്ടലുകൾ. VS അച്യുതാനന്ദന്റെ മൃതദേഹം ആലപ്പുഴയിൽ വിലാപയാത്രയായി എത്തിക്കുന്ന സമയത്തും ഡിവൈഎഫ്ഐ പ്രവർത്തകർ അവരുടെ പൊതിച്ചോറ് വിതരണം മുടങ്ങാതിരിക്കാൻ ആലപ്പുഴ മെഡിക്കൽ കോളേജിലുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം പോലും മുടങ്ങാത്ത ഒരു പദ്ധതി, ആരും പുറത്തിറങ്ങാത്ത കോവിഡ് കാലത്തും തങ്ങൾ പൊതിച്ചോറുകൾ വിതരണം ചെയ്തു എന്നവർ അവകാശപ്പെടുന്നുണ്ട്. ഡിവൈഎഫ്ഐ മാതൃകയാക്കണമെന്ന് രമേശ് ചെന്നിത്തല യൂത്ത് കോൺഗ്രസുകാരോട് പറഞ്ഞത് അതിന്റെ പിന്നിൽ തന്നെയാണ്. തികച്ചും രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തിയാണ് ഈ പദ്ധതിക്കെതിരെ ഇപ്പോൾ സർക്കാർ പ്രവർത്തിക്കുന്നത് എന്നവർ പറയുമ്പോൾ ആരോഗ്യമന്ത്രിയുടെ മറുപടി ഇങ്ങനെയാണ്: ഡിവൈഎഫ്ഐയെ മാത്രമല്ല, സേവാഭാരതിയെ ഒന്നും ഞങ്ങൾ ആശുപത്രിക്കുള്ളിൽ പ്രവേശിച്ച് പൊതിച്ചോറ് വിതരണം ചെയ്യാൻ അനുവദിക്കുകയില്ല. ഒരിക്കലും ഈ പദ്ധതിയിൽ തങ്ങൾ രാഷ്ട്രീയം കലർത്തിയിട്ടില്ല എന്ന് ഡിവൈഎഫ്ഐ പറഞ്ഞു. എല്ലാ പാർട്ടിയിൽപ്പെട്ടവരും പൊതിച്ചോറ് നൽകുകയും വാങ്ങുകയും ചെയ്യുന്നുണ്ട്. വിതരണം ചെയ്യുമ്പോൾ ഒരു കൊടി കെട്ടുന്നുണ്ടാകും. പൊതുവെ പൊതിച്ചോറ് വിതരണത്തിന് ഒരു അംഗീകാരമുണ്ട് എന്നിവരൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആദ്യം ഇതിനെതിരെ രംഗത്ത് വന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അന്ന് രാഹുൽ നടത്തിയ അങ്ങേയറ്റം അശ്ലീലമായ പ്രസ്താവന ജനം പുച്ഛിച്ചു തള്ളി എന്ന് സനോജ് പറയുന്നു. അത് കഴിഞ്ഞിപ്പോൾ രംഗത്ത് വന്നത് G സുധാകരനാണ്. ആലപ്പുഴ ജില്ലയിൽ പൊതിച്ചോറ് വിതരണം 1000 ദിവസം തികഞ്ഞപ്പോൾ ഉദ്ഘാടനം ചെയ്ത വ്യക്തി കൂടിയാണ് സുധാകരൻ. എന്തായാലും ഇപ്പോ ഡിവൈഎഫ്ഐയെ അദ്ദേഹം തെറി വിളിക്കുകയാണ്. അത് മന്ത്രി ഏറ്റെടുക്കുകയാണെന്ന് സനോജ് പറഞ്ഞു. ലോകത്തെ എല്ലാ സംവിധാനവും സർക്കാർ വഴിയല്ല നടത്തുന്നത് എന്ന് മന്ത്രി അറിയണം. ഭരണകൂടം സന്നദ്ധ സംഘടനകളെ പ്രോത്സാഹിപ്പിക്കണം. ജനങ്ങൾ വാങ്ങുന്ന കാലത്തോളം പൊതിച്ചോറ് വിതരണം നടത്തും. അത് ആർക്കും തടയാൻ സാധിക്കുകയില്ല. എന്റെ നാട്ടിൽ നിന്ന് എനിക്കറിയാവുന്ന 5 പേർ ആശുപത്രിയിൽ കിടന്നാൽ ഞാൻ പൊതിച്ചോറ് കൊണ്ടുകൊടുക്കും. ആർക്കാ തടയാൻ കഴിയുന്നത്? പൊതിച്ചോറ് വിതരണവുമായി ബന്ധപ്പെട്ട് സംഘർഷമോ പരാതിയോ കേസോ കേരളത്തിൽ എങ്ങും ഉണ്ടായിട്ടില്ലാത്തൊരു സാഹചര്യത്തിലാണ് ഒരു സുപ്രഭാതത്തിൽ കൊടിയെക്കുറിച്ചോ ബാനറിനെ കുറിച്ചോ പറയുന്നത്. കഴിഞ്ഞ 10 വർഷം ഒരു പ്രശ്നവും പരാതിയും ഇല്ലായിരുന്നു. കൊടിയും ബാനറും അശ്ലീലമല്ല, അത് ലോകത്ത് എല്ലാ സംഘടനകൾക്കുമുണ്ട്. റെഡ് ക്രോസിന്റെ ചിഹ്നം ഉപയോഗിച്ചല്ലേ യുദ്ധഭൂമിയിൽ സന്നദ്ധ സേവനം നടത്തുന്നത്? അദ്ദേഹം റെഡ് ക്രോസിനെ കൂടി ഇതിനോട് ഉപമിക്കുകയാണ്. എന്തായാലും കമ്മ്യൂണിറ്റി കിച്ചൺ ആണോ ഇനി വരാൻ പോകുന്നത്, അതോ പൊതിച്ചോറ് തുടരുമോ എന്നത് കണ്ടറിയണം. കുറേയേറെ രോഗികൾക്ക് വളരെയധികം സുഗമമായിട്ട് അവർ ആശുപത്രിക്കുള്ളിൽ കഴിയുമ്പോൾ അവർക്ക് ലഭിച്ചിരുന്ന ഒരു സംഗതിയായിരുന്നു ഈ പൊതിച്ചോറ് എന്ന് പറയുന്നത്. പലപ്പോഴും പല വീടുകളിലും ഇവരെല്ലാം നേരിട്ട് ചെന്ന് പല അമ്മമാരും ഇതുപോലെ വളരെ സന്തോഷത്തോടു കൂടി സ്വന്തം വീട്ടിലുള്ള അംഗങ്ങൾക്ക് നൽകുന്നത് പോലെ തന്നെ പൊതിച്ചോറുകൾ കെട്ടിക്കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ആ പൊതിച്ചോറിന്റെ പേരിലാണ് ഇപ്പോൾ ഇവിടെ ഒരു വിവാദം ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും ഈ പൊതിച്ചോറ് വിതരണം ഡിവൈഎഫ്ഐ ആയാലും സേവാഭാരതി ആയാലും മറ്റേത് സംഘടനയായാലും പൊതിച്ചോറ് വിതരണം നടത്തുന്നത് തടസ്സപ്പെട്ട് അത് നിർത്തലാക്കി കമ്മ്യൂണിറ്റി കിച്ചൺ വന്നാൽ അത് ജനങ്ങൾ എങ്ങനെ സ്വീകരിക്കും എന്നുള്ള കാര്യവും, അല്ലെങ്കിൽ അതിലിനി പരാതികളോ പരിഭവങ്ങളോ പ്രശ്നങ്ങളോ എന്തെങ്കിലും ഉണ്ടാകുമോ എന്നറിയേണ്ടതെല്ലാം ഇനിയും കാലം തെളിയിക്കേണ്ട കാര്യങ്ങളാണ്, കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളാണ്. എന്തൊക്കെയായാലും ശരി, ഒരുപിടി ചോറിന് വേണ്ടിയും ഒരു തെരുവ് യുദ്ധം ആരംഭിച്ചിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.